ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. അരുണാചലിൽ ബിജെപി 45 സീറ്റിലും സിക്കിമിൽ എസ്കെഎം 31 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62.36% പോളിംഗ്. വോട്ടെണ്ണൽ മറ്റന്നാൾ. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10% വർധന. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. ഐസിസി പുരുഷ ടി20 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡയ്ക്കെതിരെ അമേരിക്കയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഇന്നലെ പൂർത്തിയായ അവസാനഘട്ടത്തിൽ 62.36% പോളിംഗ് രേഖപ്പെടുത്തി. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലും ഉൾപ്പെടെ 57 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് 7ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും 13 സീറ്റുകൾ, പശ്ചിമബംഗാളിൽ 9, ബീഹാറിൽ 8, ഒഡീഷയിൽ 6, ഹിമാചൽ പ്രദേശിൽ 4, ഝാർഖണ്ഡിലെ 3, ചണ്ഡിഗഡിലെ ഒരു മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാർ 51.92%, ചണ്ഡിഗഡ് 67.90%, ഹിമാചൽ പ്രദേശ് 70.05%, ഝാർഖണ്ഡ് 70.66%, പഞ്ചാബ് 61.32%, ഉത്തർപ്രദേശ് 55.59%, പശ്ചിമബംഗാൾ 73.79%, ഒഡീഷയിൽ 70.67% എന്നിങ്ങനെ പോളിംഗ് രേഖപ്പെടുത്തി. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും ഇതോടൊപ്പം നടന്നു. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രചോദനമാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനപരമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ അചഞ്ചലമായ ജാഗ്രത പുലർത്തിയതിന് രാജ്യത്തെ സുരക്ഷാ സേനകൾക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. അരുണാചലിൽ ബിജെപി 45 സീറ്റിലും നാഷണൽ പീപ്പിൾസ് പാർട്ടി 5 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശ് 2 സീറ്റിലും മുന്നിലാണ്. സ്വതന്ത്രർ 3 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 60 അംഗ നിയമസഭയിൽ ബിജെപി 10 സീറ്റിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവശേഷിക്കുന്ന 50 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലാണ് ഇന്ന് നടക്കുന്നത്. സിക്കിമിൽ 32 നിയമസഭാ സീറ്റുകളിലേക്ക് 146 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സിക്കിം ക്രാന്തികാരി മോർച്ച 31 സീറ്റിലും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരിടത്തും മുന്നിലാണ്. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭകളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ഏപ്രിൽ 19-നാണ് ഇവിടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാന നിയമസഭകളുടെയും നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും റിട്ടേണിംഗ് ഓഫീസർമാരുമായും വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു. പൊതു തെരഞ്ഞെടുപ്പ് വിജയമാക്കിയ എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കേരളത്തിൽ ഏകീകൃത സംവിധാനം സജ്ജമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലം അറിയാനാവും. results.eci.gov.in വഴിയാണ് ഫലം ലഭ്യമാവുക. വോട്ടെണ്ണലിന് ശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ സുരക്ഷയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രസേനയെ നിയോഗിച്ചു. സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര നിരീക്ഷകരുടെയും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വോട്ടെണ്ണലിന് ശേഷം 15 ദിവസം വരെ ആന്ധ്രാപ്രദേശിലും പശ്ചിമബംഗാളിലും സുരക്ഷാ സേനയുടെ സേവനം ഉണ്ടാകും. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ വർധന. മെയ് മാസത്തിൽ 1,72,739 കോടി രൂപയാണ് വരുമാനം. മുൻവർഷം ഇതേ കാലത്തെ അപേക്ഷിച്ച് 10% വളർച്ച രേഖപ്പെടുത്തി. 2023 മെയ്യിൽ 1,57,090 കോടി രൂപയായിരുന്നു ലഭിച്ചത്. കേന്ദ്ര ജിഎസ്ടിയിൽ 32,409 കോടി രൂപയും സംസ്ഥാന ജിഎസ്ടി ഇനത്തിൽ 40,265 കോടി രൂപയും ലഭിച്ചു. 87,781 കോടി രൂപയാണ് സംയോജിത ജിഎസ്ടി. 12,284 കോടി സെസ്സായും പിരിഞ്ഞുകിട്ടി. മെയ് മാസത്തിൽ കേരളത്തിൽ ജിഎസ്ടി വരുമാനമായി 2,594 കോടി രൂപ ലഭിച്ചു. 2023 മെയ്യിലെ 2,297 കോടി രൂപയേക്കാൾ 13% വർധന.
തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യപുരോഗതിക്ക് തെലങ്കാന നൽകിയ സംഭാവനകൾ ഓരോ പൌരനും അഭിമാനകരമാണെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയുടെ പുരോഗതിക്കായി നിരന്തരം പ്രവർത്തിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച ജാമ്യ കാലാവധി ഇന്ന് കഴിയും. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ ജയിലിൽ ഹാജരാകും. ഇന്ത്യ ക്യൂബയിൽ എത്തിക്കുന്ന അവശ്യമരുന്നുകളുടെ നിർമ്മാണ ചേരുവകൾ വഹിച്ച കപ്പൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചു. 90 ടൺ മരുന്നു ചേരുവകളുമായാണ് ദൌത്യസംഘം യാത്ര തിരിച്ചതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പ്രധാന ഔഷധ നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെ സൂചിപ്പിക്കുന്ന ഈ സഹായം ഇന്ത്യ ക്യൂബ ബന്ധത്തിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നതായും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ICC പുരുഷ T20 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് അമേരിക്കയിൽ ആവേശകരമായ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക കാനഡയ്ക്കെതിരെ ആധികാരിക വിജയം നേടി. വിശദാംശങ്ങളിലേക്ക്. ഡാലസിലെ ഗ്രാൻഡ് പ്രയറി സ്റ്റേഡിയത്തിൽ നടന്ന ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക 7 വിക്കറ്റിനാണ് കാനഡയെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ ഉയർത്തിയ 195 റൺസ് എന്ന വിജയലക്ഷ്യം US 17.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 40 പന്തിൽ 94 റൺസുമായി പുറത്താകാതെ നിന്ന യുഎസിന്റെ ആരോൺ ജോൺസ് ആണ് കളിയിലെ കേമൻ. രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് പാപ്പുവ ന്യൂഗിനിയെ നേരിടും. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത്. ICCയുടെ റാങ്കിങ്ങിൽ ആദ്യ 10ലുള്ള ടീമുകളും യോഗ്യതാ റൌണ്ട് കളിച്ചെത്തിയ ടീമുകളും ഉൾപ്പെടെ 20 ടീമുകളാണ് ഇത്തവണ ക്രിക്കറ്റിന്റെ കുഞ്ഞൻ പതിപ്പിൽ മത്സരിക്കുന്നത്. ഇന്നലെ സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 60 റൺസിന് തോൽപ്പിച്ച ഇന്ത്യ ആത്മവിശ്വാസത്തിലാണ്. ബുധനാഴ്ച അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിലടക്കം ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 10 ജില്ലകളിലായി 6 ലക്ഷത്തിലധികം പേരെയാണ് വെള്ളപ്പൊക്ക ദുരിതം ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. 4800 ഹെക്ടറിലധികം പ്രദേശത്ത് വിളനാശവും സംഭവിച്ചിട്ടുണ്ട്. പ്രളയബാധിത ജില്ലകളിൽ സംസ്ഥാന സർക്കാർ 187 ദുരിതാശ്വാസ ക്യാമ്പുകളും 96 ദുരിതാശ്വാസ വിതരണ കേന്ദ്രങ്ങളും തുറന്നു. ട്രാക്കിലെ വെള്ളക്കെട്ട് മൂലം വടക്കു കിഴക്കൻ റെയിൽവേ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസ് റദ്ദാക്കി. ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ തേജ്പൂർ, ഗുവാഹത്തി, ഗോൾപാറ എന്നിവിടങ്ങൾ പ്രളയ ഭീഷണിയിലാണ്. അതേസമയം രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഉഷ്ണതരംഗം തുടരുന്നു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടുകയാണ്. കേരളത്തിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ 1ാം ക്ലാസ്സിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബ് ജില്ലയിൽ സിർഹിന്ദ് റെയിൽവേ സ്റ്റേഷന് സമീപം 2 ചരക്ക് തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടം. ഡ്രൈവർമാർക്ക് ഗുരുതര പരിക്കേറ്റു. സ്റ്റേഷന് സമീപം ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടിയിൽ മറ്റൊരു ട്രെയിൻ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ ട്രെയിനിന്റെ എഞ്ചിൻ ഭാഗം അടുത്ത ട്രാക്കിലേക്ക് മറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. അരുണാചലിൽ ബിജെപി 45 സീറ്റിലും സിക്കിമിൽ SKM 31 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62.36% പോളിംഗ്. വോട്ടെണ്ണൽ മറ്റന്നാൾ. രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10% വർധന. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. ICC പുരുഷ T20 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡയ്ക്കെതിരെ അമേരിക്കയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.